Welcome back to my channel. നോർമലി എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് നമ്മൾ VMware ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് IP കിട്ടുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ. അതായത് നമ്മൾ ഈവൻറ്റൊക്കെ ലാബ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് IP കിട്ടുന്നില്ല ആ ഒരു ഓപ്ഷൻ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു, ഞാൻ എൻ്റെ ഈവൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ള മോഡ് നെറ്റ്വർക്ക് അഡാപ്റ്റർ മോഡ് നിങ്ങൾക്ക് കാണാം. നെറ്റ്വർക്ക് അഡാപ്റ്റർ മോഡ് ബ്രിഡ്ജ് മോഡാണ്. ബ്രിഡ്ജ് മോഡിൽ വെക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ PC-യുടെ IP തന്നെ ആയിരിക്കും, ആ ഒരു റേഞ്ച് IP തന്നെ ആയിരിക്കും ഇതിലേക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മൾ PC-യുടെ IP നോക്കുകയാണെങ്കിൽ PC-യുടെ IP നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ PC-യുടെ വൈഫൈ. ഞാൻ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ള ആ വൈഫൈൻ്റെ IP റേഞ്ചാണ് 192.168.31.72. ഇതിൻ്റെ PC-യുടെ IP ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് IP ആയിരിക്കും ഞാൻ ബ്രിഡ്ജ് മോഡിൽ വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈവൻറ്റിക്ക് കിട്ടുന്ന IP. അപ്പോൾ ഞാൻ ഇവിടെ ബ്രിഡ്ജ് മോഡാണ് എല്ലാ അഡാപ്റ്ററും ആക്കി വെച്ചിട്ടുള്ളത്. സെറ്റിങ്സ് അടിക്കാം. അതിന് ശേഷം നിങ്ങൾ ഈവൻറ്റ് ഒന്ന് റൺ ചെയ്ത് പോകുമ്പോൾ ഇതിൽ IP കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇതായിരിക്കും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. നോർമലി ഇത് ഈവൻറ്റ് റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈവൻറ്റ് ഇത്ര ടൈം എടുക്കാറില്ല. നോർമലി ഓപ്പൺ ആക്കിയൊരു 5 സെക്കൻഡ് തന്നെ നമ്മുടെ ഇവിടെ IP കാണിക്കും, ആ റേഞ്ച് IP കാണിക്കും. അപ്പം എന്താണ് ഇഷ്യൂ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു വിൻഡോ കാണിക്കുന്നതാണ്. നോ IP അഡ്രസ് ഓൺ ഇൻ്റർഫേസ് പോർട്ട് 0 എന്നുള്ളൊരു ഓപ്ഷൻ. നോർമലി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു IP കാണിക്കാറുണ്ടായത്, അതായത് നമ്മൾ PC-യുടെ അതേ റേഞ്ച് IP ആയിരിക്കും ഇവിടെ കാണിക്കേണ്ടായത്. അപ്പോൾ ഇതിൽ IP കാണിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മളത് ഇതൊന്ന് ക്ലോസ് ചെയ്യുക, ഷട്ട് ഡൗൺ ചെയ്യുക. ഇവൻറ്റ് ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം ഇതിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇതിൽ വെർച്വൽ നെറ്റ്വർക്ക് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നമുക്കറിയാം നമ്മുടെ വെർച്വൽ മെഷീൻ്റെ അഡാപ്റ്ററിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ താഴത്ത് ചേഞ്ച് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ പോകുക. ഓപ്ഷനിൽ പോയാൽ ഇതിലിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എസ് അടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ അഡാപ്റ്റർ മോഡ് ഞാൻ ചെയ്തിട്ടുള്ളത് ബ്രിഡ്ജ് മോഡിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാറ്റ് മോഡിൽ വെക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റ് ഓൺലി വെക്കാം. ഞാൻ ബ്രിഡ്ജ് മോഡിലാണ്, കാരണം എനിക്ക് നെറ്റ്വർക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് മോഡിൽ വെക്കണം. അപ്പം അതായത് നമ്മൾ ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നത് നമ്മുടെ ലാപ്പിലൂടെ ആയിരിക്കും, നമ്മുടെ PC-യുടെ അഡാപ്റ്റർ വഴി ആയിരിക്കും അത് ഇൻ്റർനെറ്റിലേക്ക് പോകുക. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് ബ്രിഡ്ജ് മോഡ്. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് സെലക്ട് ദ ഹോസ്റ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓട്ടോമാറ്റിക്കാണ് എടുക്കാനുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മളിവിടെ എല്ലാ ഓപ്ഷനും ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി ഈവൻറ്റ് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഈവൻറ്റ് കൺഫ്യൂഷൻ ആവും. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മൈക്രോസോഫ്റ്റിൻ്റെ വൈഫൈ ഡയറക്ടർ വെർച്വൽ അഡാപ്റ്റർ എന്ന് എടുക്കണം IP. എവിടെ നിന്നാണ് IP എടുക്കേണ്ടതെന്നുള്ളൊരു ഓപ്ഷന് ഈവൻറ്റിക്ക് ഒരു കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് IP കിട്ടാത്തത്. അപ്പം എൻ്റെ നെറ്റ്വർക്ക് അഡാപ്റ്റർ ഏതാണെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ബാക്കിയൊക്കെ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നെറ്റ്വർക്ക് അഡാപ്റ്റർ. അടിക്കുക. അതിനുശേഷം അപ്ലൈ
അപ്ലൈ ചെയ്യുമ്പോൾ ലോഡിംഗ് ആയി ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഈവൻറ്റ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള IP 31.192.168.31 സീരീസുള്ള റേഞ്ച് IP ആണ്. കാരണം എൻ്റെ PC-യുടെ IP-യും അത് തന്നെയാണ് കേട്ടോ, 192.168.31. അതേ സീരീസ് IP തന്നെയാണ് നമുക്കിവിടെ EVE-NG കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് നമുക്ക് സോൾവ് ചെയ്യുക. ഇനി ഈ IP വെച്ചിട്ടാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുക, EVE-NG ഓപ്പൺ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 192.168.31.245 റൈറ്റ്. ഓക്കെ, ആൻഡ് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ EVE-NG ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക.